ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഉണക്ക നാരങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്കറിയാം, നാരങ്ങ ഒരുപാട് ആരോഗ്യ ഗുണം, അതേപോലെ വൈറ്റമിൻ സി, വിറ്റമിൻ ഡി, ഒരുപാട് വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതെങ്ങനെയാണ് നമുക്കൊരു ഉണക്ക നാരങ്ങ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതേപോലെ ഉണക്ക നാരങ്ങയും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉള്ള ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ലെമൺ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലാക്ക് ലെമൺ പൊതുവെ അറബികളാണ് കൂടുതൽ യൂസ് ചെയ്യുക. അവർ ഒരു ചായയിൽ പോലും ഇത് ഇൻക്ലൂഡ് ചെയ്ത് അവർ യൂസ് ചെയ്യാറുണ്ട്. അവർ ചുമ്മാ അരി വേവിക്കുമ്പോഴും ബ്ലാക്ക് ലെമൺ ഇട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കേരളത്തിൽ പൊതുവെ ചില ഡിഷസ് ഉണ്ടാക്കാൻ മാത്രമാണ് ഇതേപോലെ ബ്ലാക്ക് ലെമൺ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതേപോലെ പച്ച നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പച്ച 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് നാരങ്ങയാണ്. അപ്പോൾ അത് ഞാനൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു വട്ടം തിളപ്പിച്ചെടുത്താൽ മതി, ഓവറായിട്ട് തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രൈഡ് ഫ്രൂട്ടാണ് ഉണക്ക നാരങ്ങ. അതേപോലെ തന്നെ നമ്മുടെ ഫാറ്റ് കുറയ്ക്കാൻ, നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാനും രോഗം നിയന്ത്രിക്കാനൊക്കെ പറ്റിയൊരു ഫ്രൂട്ടാണ് ബ്ലാക്ക് ലെമൺ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് നിൽക്കാൻ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം ഞാൻ തിളച്ച് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നല്ലൊരു ഐസ് ക്യൂബിൻ്റെ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ലെമൺ ഒന്ന് ഫ്രീസായിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയുടെയൊക്കെ ആ ഒരു കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നല്ല പച്ച നാരങ്ങ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു അടുപ്പാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് അടുപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുപ്പില്ല എന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് കളർ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സൈഡിൽ കത്തിച്ച് വെച്ചിട്ട് മറ്റേ അടുപ്പിൽ 4 നമ്മുടെ ബ്ലാക്ക് ലെമൺസ്, നമ്മുടെ ലെമൺ ഒരു പാത്രത്തിനകത്ത് വെക്കാം. അപ്പോൾ അത് ഒരു 4 to 5 days എടുക്കും നന്നായിട്ട് കറുത്ത് വരാൻ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10-20 ലെമൺ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ലാഭം. അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ എന്തായാലും കഷ്ടപ്പെടാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതലിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു ഡ്രൈഡ് ഫ്രൂട്ടാണ് ബ്ലാക്ക് ലെമൺ. നിങ്ങൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പീസ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ, ഇപ്പോൾ ചിക്കൻ കറിയിലോ ബീഫ് കറിയിലോ ചോറ് വേവിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 to 5 days കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ലെമൺ നന്നായിട്ട് കറുത്ത് നല്ല ഉണക്കിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പൊട്ടിച്ചാലൊക്കെ നന്നായിട്ട് പൊടിയുന്ന ഒരു പരുവത്തിലാട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പൊടിച്ചിട്ട് കട്ടൻ ചായയിലൊക്കെ ഇട്ടിട്ട് കുടിക്കാം. വെയിറ്റ് ലോസിന് പറ്റിയൊരു സാധനമാണ് ബ്ലാക്ക് ലെമൺ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ അസ്സലാമു അലൈക്കും.